ഹലോ മക്കൾസ്, ബാബു സാറാണേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മൾ പരീക്ഷയ്ക്ക് ഗംഭീരമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഹിന്ദി പരീക്ഷയാണ് വരുന്നത്. അതിൽ നമുക്ക് ഫുൾ മാർക്ക് സ്വന്തമാക്കേണ്ടതുണ്ട്. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇതുവരെ നിങ്ങൾ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരു പുതിയ രീതിയിലുള്ള ചോദ്യമാണ് വരാൻ പോകുന്നത്. ആ ചോദ്യം വരാൻ സാധ്യത ഉള്ളത് റൈൻ ബസേരമേ എന്ന് പറയുന്ന പാഠത്തിൽ നിന്നാണ്. റൈൻ ബസേര എന്ന് പറഞ്ഞ ഈ പാഠത്തിൽ നിന്ന് പുതിയ ചോദ്യം ഇങ്ങനെയാണ്. ആ ചോദ്യം നിങ്ങൾ ഇതുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള ചോദ്യമാണ്. നോക്കൂ, ചോദ്യം ഇങ്ങനെയാണ് മക്കളെ. ഇസ്മേ പൂർണ്ണ രൂപസെ, ഇതിൽ പൂർണ്ണ രൂപത്തിലായി സഹി വികൽപ്പ് കോൺസായി, ശരിയായ ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ പഴയ രീതിയിൽ കണ്ടുപിടിച്ച മാച്ച് ദ ഫോളോയിങ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതാണ് ചോദ്യം. ഇതിൽ ഓരോന്നിൻ്റെ ശരി ഏതാണെന്ന് റൈറ്റ് സൈഡ് നോക്കി തീർക്കണം. പക്ഷെ അത് നേരത്തെ നമ്മൾ നേരെ വരയിട്ട് എഴുതുന്നതിന് പകരം ഉത്തരമാണ് ഇതായി കൊടുത്തിരിക്കുന്നത്. ഇതിലേതോ ആണ് ശരി ഉത്തരമുള്ളത്, അത് കണ്ടുപിടിക്കുകയും വേണം. അപ്പോൾ നമ്മൾ പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലേക്ക് വരുന്നതാണിത്. ഇത് നമ്മൾ കൃത്യമായിട്ട് ആലോചിച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ മാർക്ക് പോയി പോകും. എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമ്മൾ ഇതെന്താണെന്ന് വായിച്ച അർത്ഥം മനസ്സിലാക്കണം. പിന്നെ ഇതെന്താണെന്ന് വായിച്ച അർത്ഥം മനസ്സിലാക്കണം. പിന്നെ ഇതിനെ ഓരോന്നും വായിച്ചതിന് ശേഷം ഇതിൽ മാച്ച് ആവുന്നത് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം അത് ഏത് കുളത്തിലാണുള്ളത് എന്ന് കണ്ടുപിടിക്കണം. അപ്പം നമുക്കതൊന്ന് നോക്കാം. നോക്കൂ മക്കളെ, ആദ്യം ഓരോന്നിൻ്റെ അർത്ഥം നോക്കാം. ഗ്രാമീണ ക എന്നുള്ളത് ഗ്രാമീണ എന്നാ, അതിൻ്റെ അർത്ഥം ഗ്രാമീണൻ എന്നാണ് അല്ലേ. ഗ്രാമീണൻ എന്ന് പറഞ്ഞാൽ ഗ്രാമീണൻ എന്നാണ് അല്ലേ. അടുത്ത് നോക്കൂ, പാഗലാത്മീനെ എന്ന് പറഞ്ഞാൽ ഭ്രാന്തനായ മനുഷ്യൻ എന്നാണ് അർത്ഥം. അടുത്ത് നോക്കുക, ലേഖക കെ സാത്തി ചോട്ടൂനെ, ലേഖകന്റെ കൂട്ടുകാരനായ ചോട്ടു എന്നാണ്. ഇനി വലതുവശത്തുള്ളത് നോക്കുക. ഇവിടെ ക ഖ ഗ എന്നാണ്, ഇവിടെ ത ഥ ദ ധ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഖാനെ കെലിയെ ഗാഗഡ് ബനായ, കഴിക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് മാവ് കുഴച്ചിട്ട് ചപ്പാത്തി പോലുള്ളൊരു പ്രത്യേക പലഹാരം, അതാണ് ഗാഗഡ്. അതിനാണ് നമ്മൾ ഗാഗഡ് ബനായ. ആരാണ് ഗാഗഡ് ഉണ്ടാക്കിയത്? ഇതിലാരാണ് നമുക്ക് നോക്കാം. ഓരോന്നിൻ്റെ അർത്ഥം നോക്കാം. ഗുരു ഓംക അപമാനിക്കുക, ഗുരുനാഥനെ അപമാനിച്ചു. ഇതിലാരെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. മന്ദിർ കാ ദർവാസ ഖോൽ ദിയ, ടെമ്പിളിന്റെ വാതിൽ തുറന്നു കൊടുത്തു. ആരാണ്? ഇവരിൽ ആരോ ആണോ നമുക്ക് നോക്കാം. ലേഖക കെ ഹാത്ത് മേ സിക്ക രക്ക് ദിയ, ലേഖകന്റെ കയ്യിൽ നാണയം വെച്ചു കൊടുത്തു. ഇതിലാരോ ആണോ നമുക്ക് നോക്കാം. റൈറ്റ് സൈഡിൽ 4 ഉത്തരം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ചോദ്യം 3 തന്നെ ഉള്ളൂ. ഈ കുളത്തിൽ ഒന്നുമില്ല. അപ്പോൾ ഇതിലേതോ ഒന്ന് ക്യാൻസലായി പോകാനുള്ളതാണ്. സോറി. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം. ഖാനെ കേലിയെ ഗാഗഡ് ബനായ, കഴിക്കാൻ വേണ്ടി ചപ്പാത്തി പോലുള്ള ഒരു പലഹാരം ഉണ്ടാക്കി ഗോതമ്പ് മാവ് കഴിച്ചിട്ട്. ആരാണ്? ഗ്രാമീണനാണോ? അല്ല. പാഗലാത്മിയാണോ? അല്ല. ലേഖകെ സാത്തി ചോട്ടുവിന്, ലേഖകന്റെ കൂട്ടുകാരനായ ആരാണ്? ചോട്ടു ആണ് അതിൽ ഉണ്ടാക്കിയത്. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ എങ്ങനെ എഴുതാന്ന് പറയോ? നോക്കൂ, ഇങ്ങനെ എഴുതാം. അതായത് ഖാനെ കേലിയെ ഗാഗഡ് ബനായ, കഴിക്കാൻ വേണ്ടി ഭക്ഷണം കഴിച്ചു. അതാരാണ്? ത എന്നുള്ളതാണ് അല്ലേ. ഖാനെ കേലിയെ ഗാഗഡ് ബനായ, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഗാഗഡ് ഉണ്ടാക്കി. അതാരായിരിക്കാം? സ്വാഭാവികമായിട്ടും നിങ്ങൾ നോക്ക്. ഗ്രാമീണനാണോ? അല്ല. പാഗലാത്മിയാണോ? അല്ല. ആരാണ്? ലേഖകെ സാത്തി ചോട്ടുവിനെ. അപ്പൊ ലേഖകന്റെ കൂട്ടുകാരനാണ് ആരാണ്? ചോട്ടു ആണ്. അപ്പൊ നമുക്ക് നോക്കൂ. ഗായും തായും കറക്റ്റ് ആയല്ലോ. ഗായും തായും കറക്റ്റ് ആയല്ലോ. ഇനി രണ്ടാമത്തത് നമുക്കുണ്ടോ നോക്കാം. നോക്കാം. ഗുരുവോംക അപമാനിക്കുക, ഗുരുവിനെ അപമാനിച്ചവരാരെങ്കിലും ഇതിലുണ്ടോ നോക്ക്. ഗ്രാമീണനെ ഗുരുവിനെ അപമാനിച്ചോ? ഇല്ല. പാഗലാത്മി, ഭ്രാന്ത മനുഷ്യൻ വന്നിട്ട് ഗുരുവിനെ ഒരിക്കലും അപമാനിച്ചില്ല, റെസ്പെക്ട് ചെയ്യുക ചെയ്തത്. പിന്നെ ഇത് നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തതിന് സമാനമായി ഒന്നും ഇവിടെ കാണാനില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് എന്താക്കണം? നമ്മൾ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും ഇതിനെ നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട് അല്ലേ. അപ്പം നമുക്ക് നോക്കാം. ഇല്ല, ഇതിനെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് ഇതിന് രണ്ടാമത്തെ സംഭവം ഇല്ല. ഓക്കെ, രണ്ടാമത്തെ സംഭവം ഇല്ല. രണ്ടാമത്തത് ഇല്ല. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തത് എന്താ നമുക്ക് നോക്കാം. മന്ദിർ കാ ദർവാസ ഖോൽ ദിയ, ടെമ്പിളിന്റെ വാതിൽ തുറന്നു കൊടുത്തു. ആരായിരിക്കും അത്? ഇത് നോക്ക്, മൂന്നാമത്തെ ദ എന്നാണ്. ടെമ്പിളിന്റെ വാതിൽ തുറന്നു കൊടുത്തു. അതാരായിരിക്കും? നോക്കൂ, ഇവിടെ പാഗലാത്മീനെ ഭ്രാന്തനായ മനുഷ്യനാണെന്ന രണ്ടാമത് കൊടുത്ത് ആണോ? അല്ല. ഒന്നാമത്തത് ഗ്രാമീണരാണ് ആ ടെമ്പിളിന്റെ വാതിൽ തുറന്നു കൊടുത്തിട്ട്, നിങ്ങൾ യാത്ര പോവുകയാണെങ്കിൽ, യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഇവിടെ വന്നതല്ലേ, പത്തോടെ ഗ്രാമത്തിൽ വന്നല്ലേ, ഇവിടെ താമസിച്ചോളൂ എന്നുള്ളത്. അപ്പോൾ അതിന്റെ ആൻസർ എന്താണ്? ക എന്നുള്ളതിനെ ദ എന്നുള്ളതുമായിട്ട് വരും.
ഓക്കെ. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത്, അടുത്തത് നോക്ക്, ലേഖകക്കെ ഹാത്തമേ സിക്ക രഖ് ദിയ. ലേഖകന്റെ കയ്യിൽ ഒരു നാണയം വെച്ച് കടന്നുപോയി. ആര്? അപ്പൊ നമുക്ക് അതിന്റെ ഉത്തരം നമ്മൾ എഴുതാൻ വേണ്ടി നമ്മൾ വേറൊരു കളർ എടുക്കുന്നു. ഓക്കെ, നോക്കൂ, അതിന്റെ ഉത്തരം നമുക്ക് നോക്കൂ, ബ്ലൂ എടുക്കുന്നു. അത് ഇതായാണ്, നോക്കൂ, ഇതാ. ഓക്കെ, ഇതാരാണ്? ലേഖകെ ഹാത്തമേ സിക്ക രഖ് ദിയ. ആരാണ്? പാഗൽ ആദ്മിയാണ്, കൃത്യമായിട്ട് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നിനും ഉത്തരം മനസ്സിലായല്ലോ. റെഡും ഉള്ളത്, ബ്ലൂവും ഉള്ളത്, പിന്നെ പിങ്കും ഉള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഉത്തരങ്ങൾ താഴെ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. എവിടെയാണ് നമുക്ക് നോക്കേണ്ടത്? നമുക്ക് ഈ കോളത്തിലേക്കാണ് നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഒന്നാമത്തത് വരുന്നത് ഇവിടെ നമ്മൾ ഈ 3 എണ്ണാണല്ലോ കൊടുത്തത്. 1, 2, 3 എന്നുള്ളത്. ക എന്തിലേക്ക് വരുന്നു? ദായിലേക്ക് വരുന്നു. ക എന്തിലേക്ക് വരുന്നു? ദായിലേക്ക് വരുന്നു, അല്ലേ? ക ദായാണ്. ഇതിൽ ക ആ ദായാണോ? അല്ല. അപ്പോൾ ഒന്നാമത്തത് ഇതിൽ നമുക്ക് എന്താണ്? തെറ്റാണ്. ഒന്നാമത്തത് ഇതിൽ വന്ന് തെറ്റാണ്. രണ്ടാമത്തേൽ കൊടുത്തിരിക്കുന്നത് നോക്ക്, രണ്ടാമത്തേൽ കൊടുത്തിരിക്കുന്നത് കായും ദായുമാണ്. ഇത് ശരിയാണ്. കായും ദായും ശരിയാണ്. അല്ലേ? കാരണം എന്താ? ഇവിടെ കൊടുത്തിരിക്കുന്ന കായും ഈ ദായും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അത് ആ കോളത്തിൽ മാത്രമല്ല, വേറെ കോളത്തിലുണ്ടോ നോക്കുക. നമുക്ക് കാ ദാ ഇവിടെയും കൊടുത്തിട്ടുണ്ട്, കാ ദാ. അപ്പൊ നമ്മൾ അവിടെയും ഒരു ശരി ഇടണം. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ അപ്പുറം ഉണ്ട് ഒരു കാദ. അവിടെ നോക്ക്, ഇവിടെ കാ ധായാണ്, ഇതല്ല. അപ്പൊ അതെന്താണ്? അത് തെറ്റാണ്. ഇവിടെ നമ്മൾ തെറ്റിടുന്നു. അപ്പോൾ ഒന്നാമത്തത് എത്ര കുളത്തിൽ ശരിയുണ്ട്? 2 കുളത്തിൽ ശരിയുണ്ട്, അല്ലേ? കോളങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ നോക്ക്, ഇവിടെ ഒരു ആ എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട്, ആ എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട്, ഇ എന്ന് പറയുന്ന കോളം ഉണ്ട്, ഇ എന്ന് പറയുന്ന കോളം ഉണ്ട്, അല്ലേ? ഇത് നമ്മൾ മറക്കരുത്. ഈ സംഭവങ്ങളാണ് നമുക്ക് ഓർമ്മ വേണ്ടത്. ഓക്കെ, യെസ്, നോക്ക്, അങ്ങനെ ഓർമ്മ വേണം. യെസ്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഒന്നാമത്തത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തതാണ് നമ്മൾ നോക്കേണ്ടത്. രണ്ടാമത്തത് ഖ എന്നുള്ളതും ദ എന്നുള്ളതുമാണ്. ഖായും ധായും. അത് ശരിയാണോ നമുക്ക് നോക്കണമല്ലോ. ഖായും ദായും. ദായുടെ ഇത് വെറുപ്പോയില്ലല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കേണ്ടത് ഖായും ദായാണ്. ഇവിടെ നോക്ക്, ഖ രണ്ടാമതായിട്ടല്ല, ഇവിടെ മൂന്നാമതായിട്ടാണ് കൊടുത്തത്. ഖായും ധായുമാണ് ഇരുന്നത്. പക്ഷെ ഇവിടെ ഈ ഖായും ദായും വേറെയാണ്. അപ്പൊ അതെന്താണ്? സ്വാഭാവികമായിട്ടും തെറ്റാണ്, അല്ലേ? സ്വാഭാവികം എന്താണ്? തെറ്റാണ്. നമുക്ക് തെറ്റുന്ന അതേ റെഡിന്റെ കളർ തന്നെ കൊടുക്കാം, അല്ലേ? നോക്കൂ, ഖായും ദായും കൊടുത്ത് തെറ്റാണ്. ഇനി രണ്ടാമത്തിൽ കൊടുത്തിരിക്കുന്ന ഖായും ദായും ശരിയാണ്. ഓക്കെ, ഖായും ദായും ശരിയാണ്. കാരണം എന്താണ്? ഈ ഖായും ഈ ധായാണ് കൊടുത്ത് രണ്ടാമത്തിൽ ശരിയാണ്. ഓക്കെ, ശരി. ഇനി നമ്മൾ നോക്ക്, മൂന്നാമത്തേൽ കൊടുത്തിരിക്കുന്നു ഖായും ധായും. ഇത് തെറ്റാണ്. ഓക്കെ, ഇനി നാലാമത്തേൽ കൊടുത്തിരിക്കുന്നു ഖായും തായുമാണ്. ഇതും തെറ്റാണ്. അപ്പൊ ഇതിൽ എത്ര എണ്ണം ശരിയുണ്ട്? ഒരെണ്ണം മാത്രമേ ശരിയുള്ളൂ. അത് രണ്ടാമത്തെ കുളത്തിലുള്ളത്. ബാക്കിയുള്ള ഖായിന്റെ കൂടെ ഉള്ളതൊക്കെ തെറ്റാണ്. ഇനി നമുക്ക് പഠിക്കേണ്ടത് മൂന്നാമത്തെയാണ്. ഗായുടെ കൂടെ വരുന്നത് ഫസ്റ്റ് തായാണ്. അത് എത്ര എണ്ണത്തിൽ ശരിയുണ്ട് നോക്കണം. ഗായുടെ കൂടെ നോക്കൂ, ശ്രദ്ധിച്ചോളൂ മക്കളെ. ഇവിടെ നോക്ക്, ഗായും തായും കൊടുത്തു കണ്ടോ? ഗായും തായും, അത് ശരി. ഗായും തായും ശരിയല്ലേ? ശരിയാണ്. അപ്പൊ ഒന്നാമത്തെ കുളത്തിലുള്ളത് ശരിയാണ്. പക്ഷെ ആ കോളം മൊത്തം നമുക്ക് ആൻസർ ചെയ്താൻ പറ്റുമോ? കാരണം 2 എണ്ണം തെറ്റും 1 എണ്ണം ശരിയും കിടക്കുകയാണ്. ഇനി രണ്ടാമത്തെ നോക്ക്, ഇത് എന്താണ്? ഗായും തായും അല്ലേ? അത് ശരിയാണോ? ഇവിടെ ശരിയാണ്, കറക്റ്റാണ്. അപ്പൊ രണ്ടാമത്തതിൽ 3ഉം ശരിയായി. ഇനി 3 ശരിയായ മറ്റേതുണ്ടോ നോക്കുക. മൂന്നാമത്തിൽ ഗായും തായും ശരി തന്നെയാണ്. ഗായും തായും ശരി തന്നെയാണ്. പക്ഷേ ആ കുളത്തിൽ 2 ശരിയും 1 തെറ്റുമാണ്. മൂന്നാമത്തിൽ നോക്ക്, ഗായും ധായുമാണ്. അത് തെറ്റാണ്. അപ്പോ 3ഉം ശരിയുള്ളത് ഏതാണ്? രണ്ടാമത്തേതാണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ, നമ്മൾ ഇതിന്റെ ആൻസർ ചെയ്തേണ്ടത്, ഈ ചോദ്യത്തിന് 12 എന്നാണ് നമ്പർ എന്ന് വിചാരിച്ചോ. അങ്ങനെയാണ് 12 എന്ന് നമ്പർ ഇട്ടതിന് ശേഷം നമ്മൾ ഈ ബോക്സിനെയാണ് എടുത്ത് എഴുതേണ്ടത്. ഓക്കെ, ഈ ബോക്സിനാണ് എടുത്ത് എഴുതേണ്ടത്. ഇവിടെ ആ എന്നുള്ളത് എഴുതിയതിന് ശേഷം കോളം വരച്ചിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ എഴുതണം. ഇനി അല്ലെങ്കിൽ നിങ്ങൾ ആ എന്നുള്ള സംഭവം മാത്രം എഴുതി വെച്ചാലും നിങ്ങൾക്ക് മാർക്കിന് അർഹതയുണ്ട്. ഇത് ആ കോളം, ഇത് ആ കോളം,
ഇത് ഈ കോളം, ഇത് ഈ കോളം. നിങ്ങൾ ആ ഈ എന്നുള്ളതിൽ ഏറ്റവും ശരിയായത് എന്ന് വെച്ചാൽ അത് എഴുതിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾക്ക് മാക്സിമം ഇങ്ങനെ മുഴുവനായിട്ട് എഴുതി വെച്ചാൽ മതി നമ്പർ ഇട്ടതിന് ശേഷം. ഈ ക്വസ്റ്റ്യൻ ആൻസർ ഇവിടെ നിങ്ങൾ മാച്ച് ചെയ്ത് പെട്ടെന്ന് മനസ്സിലാക്കിയാലും ഇതിൻ്റെ ആൻസർ കൊടുത്തിരിക്കുന്നത് വളരെ ഡിസോർഡർ ആയിട്ട് ഇങ്ങനെ സങ്കീർണമായിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ബുദ്ധി നല്ല ബ്രെയിൻ എക്സസൈസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതറിയാമെങ്കിലും ഉത്തരം വസൂലാവണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബ്രെയിൻ എക്സസൈസ് പ്രകാരം കറക്റ്റ് തിങ്ക് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ഉത്തരം തെറ്റിപ്പോകും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിത് പഠിച്ചിരിക്കണം. ഓക്കെ, ഇങ്ങനെയാണ് ഉത്തരം കണ്ടുപിടിക്കാനുള്ള രീതി. നിങ്ങൾ കണ്ടില്ലേ? യെസ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മാരത്തോൺ ലൈവുകളിലൊക്കെ കണ്ടിട്ട് നമ്മുടെ ക്ലാസ്സുകൾ മുഴുവൻ പഠിച്ച് സെറ്റാക്കിയിട്ട് ഫുൾ മാർക്ക് സ്വന്തമാക്കണം. ഓക്കെ, ബൈ.